ഹായ് ഹലോ എല്ലാവർക്കും സ്നേവീസ് എംബ്രോയ്ഡറിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന മാജിക് ചെയിനാണ്. മാജിക് ചെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഞാനത് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും റണ്ണിങ് സ്റ്റിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം. ഞാൻ ആ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഞാൻ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടത്. ഇനി നമ്മൾ സൂചിയിൽ വേറൊരു നൂല് കോർത്തെടുക്കുകയാണ്. ഈ പുതിയ നൂല് കോർത്തെടുത്ത സൂചി ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത ആ ത്രെഡിന് തൊട്ട് മുമ്പ് കുത്തി പുറത്തേക്ക് എടുക്കുകയാണ് ഈ സൂചി കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഈ സൂചി മേലോട്ട് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒന്നാമത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ സൂചി താഴത്തോട്ടും വലിച്ചെടുക്കണം. കണ്ടോ, അത് തുണിയായിട്ടൊരു ടച്ചും ഇല്ല. ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ പുതുതായി കോർത്ത നൂല് നമ്മളിങ്ങനെ കോർത്തെടുക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് ഉള്ള റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി മേലോട്ടെടുക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ സൂചി താഴത്തോട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, എന്ത് എളുപ്പമാണ്. ഇനി നാലാമത്തേൻ്റെ ഉള്ളിലൂടെ സൂചി മേലോട്ടെടുക്കുക, മൂന്നാമത്തേൻ്റെ അടിയിലൂടെ താഴത്തോട്ടെടുക്കുക, ഉള്ളിലൂടെ താഴത്തോട്ടെടുക്കുക. കണ്ടോ, വേഗം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഡ്രസ്സിൻ്റെ ബോർഡറിലൊക്കെ ഡിസൈനായിട്ട് ഇത് യൂസ് ചെയ്യാം. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഞാനങ്ങനെ ഓരോ സ്റ്റിച്ചും ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സ്റ്റിച്ചിൻ്റെ ഒരൊറ്റ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. പക്ഷേ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. സോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു.